ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര നിഫ്റ്റി താഴോട്ട് പോയില്ല, തിരിച്ച് ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 24,367 നിഫ്റ്റി നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടാക്കിയ ഹൈ 24,420 24,425 നിഫ്റ്റി ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ബുള്ളിഷ്നെസ് ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബുള്ളിഷ് രീതിയിലുള്ള ട്രേഡുകൾ എടുക്കാവുന്നതാണ് 24,425 കടന്നതിന് ശേഷം. ഓക്കെ, ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഗ്ലോബൽ മാർക്കറ്റ്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തേക്കുന്നത് നാസ്ഡാക്ക് ഒരു 0.5% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഡോ ജോൺസും ചെറിയൊരു നെഗറ്റീവിലാണ്. അധികം നെഗറ്റീവ് എന്ന് പറയാനില്ല, ഒരു 0.09%, 35 പോയിൻറ്റിൻ്റെ ചെറിയൊരു ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. S&P 500 ഒരു 0.5% പ്ലസ്സിലാണ്. നിക്കി മാർക്കറ്റും ഒരു 0.5% പ്ലസ്സിലാണ്. ഫഡ്സ് ഓൾമോസ്റ്റ് 0.39%, 0.5% അടുപ്പിച്ച് അതും പോസിറ്റീവിൽ തന്നെയാണ്. ഡാക്സ് 0.24%, CXC 14.31%. ഒരുവിധം ഡോ ജോൺസ് ഒഴിച്ച് ബാക്കി ഒരു എല്ലാ മാർക്കറ്റുകളും ഒരു 0.5% അടുത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ്. അപ്പോൾ ഓവർ പോസിറ്റീവ് എന്ന് പറയുന്നില്ല, എന്നാൽ നെഗറ്റീവും ഇല്ല. അതായത് ഒരു കൺസോൾട്ടേഷൻ, എന്നാൽ ചെറിയൊരു പോസിറ്റീവ് ബയാസ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അതാണ് അടുത്ത ആഴ്ചയിലേക്കുള്ള ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥയും നിഫ്റ്റിയുടെ അവസ്ഥയും പറഞ്ഞു കഴിഞ്ഞു. 24,425 ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നിഫ്റ്റി ബുള്ളിഷ് ആയി എന്ന് അനുമാനിക്കാവുന്നതാണ്. ഇനി അടുത്ത ആഴ്ചയിലേക്ക് നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അടുത്ത ആഴ്ചയിലേക്ക് കണ്ടെത്തി വെച്ച സ്റ്റോക്കിൻ്റെ പേര് ആദ്യം പറയാം. എക്സിറ്റ കോട്ടൺ എന്നാണ് സ്റ്റോക്കിൻ്റെ പേര്. ഇതൊരു ടെക്സ്റ്റൈൽസ് സെഗ്മെൻറ്റിൽപ്പെട്ട സ്റ്റോക്കാണ്. ഈ സെഗ്മെൻറ്റിലെ ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിലെ 283 കമ്പനികൾ മൊത്തമുണ്ട്. അതിൽ 53-ാം സ്ഥാനത്താണ് നമ്മൾ ഈ പറയാൻ പോകുന്ന കമ്പനി. സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ്. 700 കോടി രൂപ മാത്രമാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വന്നിട്ട്. ഇതിൻ്റെ സെക്ടറിൻ്റെ PE റേഷ്യോ വരുന്നത് 41.20 ആണെങ്കിൽ നമ്മുടെ എക്സിറ്റ കോട്ടൻ്റെ PE റേഷ്യോ 33.41%. അതായത് സെക്ടറിൻ്റെ PEനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് നിൽക്കുന്നുണ്ട് എന്ന് മാത്രം. അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ സെക്ടറിൻ്റെ ആവറേജ് ഡിവിഡൻഡ് വരുന്നത് 0.48% ആണ്. എക്സിറ്റ കോട്ടൻ്റെ ഡിവിഡൻഡ് വരുന്നത് 0.39% ആണ്. അതായത് ഇൻഡസ്ട്രിയുടെ ആവറേജ് ഡിവിഡൻറ്റിൻ്റെ അടുത്ത് നമ്മുടെ സ്റ്റോക്കും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എക്സിറ്റ കോട്ടനും. നോ റെഡ് ഫ്ലാഗ് എന്ന് കമ്പനി അവകാശപ്പെടുന്നത് ലോ പ്ലഡ്ജ്ഡ് പ്രൊമോട്ടർ ഹോൾഡിങ്സ് ആണ്. അപ്പോൾ എത്ര ശതമാനം പ്രൊമോട്ടർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് നോക്കുമ്പോൾ 62.77% പ്രൊമോട്ടർ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ നോക്കുമ്പോൾ ഇതിന് ചെറിയൊരു കൺസേൺ, ഒരു പോരായ്മ ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് 6 months ആയിട്ട് ഒരു 2% പ്രൊമോട്ടർ അവരുടെ ഹോൾഡിങ്സ് സെല്ല് ചെയ്ത് മാറിയിട്ടുണ്ട്. അതൊരു പോരായ്മയായിട്ട് ഈ സ്റ്റോക്ക് ഞാൻ കാണുന്നുണ്ട്. അതൊഴിച്ചാൽ ബാക്കി പറഞ്ഞതും ഇനി പറയാൻ പോകുന്ന പാരാമീറ്റേഴ്സ് വളരെ നല്ല നമ്പറുകൾ തന്നെയാണ്. അപ്പോൾ യാഥാർത്ഥ്യം അതാണ്, ഒരു 2% സ്റ്റേക്ക് അവരുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് കമ്പനി സെല്ല് ചെയ്ത് മാറിയിട്ടുണ്ട്. അതൊരു പോരായ്മ തന്നെയാണ്. അത് നിലനിൽക്കുമ്പോൾ തന്നെ അതിന് മറികടക്കാവുന്ന രീതിയിൽ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ഈ നോട്ടിലുണ്ട്. ഞാനിപ്പോൾ വായിക്കാവുന്നതാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ഡിസംബറിൽ അവരുടെ ക്വാർട്ടറിൽ അവരുടെ ഹോൾഡിങ്സ് 0.46% ആയിരുന്നു. കഴിഞ്ഞ മാർച്ചിലെത്തിയപ്പോൾ അത് 0.47% ആയിട്ട് കുറച്ചാണെങ്കിലും കുറച്ച് അല്പം കൂടി ഉയർത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ജൂണിലെ കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 0.52% ആക്കി അപ്പാക്കിയിട്ടുണ്ട്. അതായത് ഒരു 0.05 വീണ്ടും അവർ ഇൻക്രീസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
കഴിഞ്ഞ 3 ക്വാർട്ടറിലായിട്ട് അവരുടെ ഹോൾഡിങ്സ് കുറേശ്ശെയായിട്ട് അക്യുമുലേഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഹയർ ദാൻ ഇൻഡസ്ട്രി റവന്യൂ ഗ്രോത്ത് ഓവർ ദ ലാസ്റ്റ് 5 years റവന്യൂ ഹാസ് ഗ്രോൺ അറ്റ് ഇയർലി റേറ്റ് ഓഫ് 38.91%. ഇൻഡസ്ട്രി ആവറേജ് 4.4. ഇൻഡസ്ട്രിയുടെ ആവറേജ് 4.4 നിൽക്കുമ്പോൾ നമ്മുടെ ഈ എക്സിറ്റ് അക്കൗണ്ടിൻ്റെ 38.91%. അത് ഓൾമോസ്റ്റ് ഒരു 10 മടങ്ങ് അധികമാണ് ഇൻഡസ്ട്രിയുടെ റവന്യൂ ഗ്രോത്ത്. അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഹയർ ദാൻ ഇൻഡസ്ട്രി നെറ്റ് ഇൻകം ഇൻഡസ്ട്രിയുടെ ആവറേജ് നെറ്റ് ഇൻകം 5.07%. നമ്മുടെ സ്റ്റോക്കിൻ്റെ 113.36%. അപ്പോൾ ഓൾമോസ്റ്റ് 20 മടങ്ങ് 22 മടങ്ങ് അധികമാണ് ഇൻഡസ്ട്രിയുടെ നെറ്റ് ഇൻകത്തിനെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്കിന് എക്സിറ്റ് അക്കൗണ്ടിനുള്ളത്. ഇനി അടുത്തായിട്ട് ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് നമ്മുടെ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ഷെയർ 0.15% ആയിരുന്നു. അതിപ്പോൾ നിലവിൽ 0.67% ആയിട്ട് ഇൻക്രീസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു 4 മടങ്ങ് അധികം വർധനവ് കാണാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹയർ ദാൻ ഇൻഡസ്ട്രി റവന്യൂ ഗ്രോത്ത് നല്ല രീതിയിൽ കൂടിയുണ്ട്. ഹയർ ദാൻ ഇൻഡസ്ട്രി നെറ്റ് ഇൻകം വളരെ നല്ല രീതിയിൽ കൂടിയുണ്ട്. ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയറും നല്ല രീതിയിൽ കൂടിയുണ്ട്. ഈ 3 കാര്യങ്ങളും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനി ഇതിൽ അടുത്ത കാര്യം പറയാനായിട്ടുള്ളത് റവന്യൂ. 2023 കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവരുടെ റവന്യൂ 266 കോടി രൂപയായിരുന്നു. ഈ വർഷം മാർച്ചിൽ 221 കോടി രൂപയായിട്ട് കുറഞ്ഞുണ്ട്. അതാണ് ഈ സ്റ്റോക്ക് നമ്മളൊരു ജനുവരി മാസത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത്തിരി അധികമായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കൊടുത്തത്. എന്നിരുന്നാലും സ്റ്റോപ്പ് ലോസിന് അധികമായിരുന്നു. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി വന്നിട്ട് അപ്പോൾ പല ആളുകൾക്ക് വിഷമമായി. കാരണം ചെറിയ സ്റ്റോക്ക് അല്ലേ വെച്ചിട്ട് അവർ കൂടുതൽ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ചില ആളുകൾ ഇപ്പോഴും സ്റ്റോക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ലൊരു ഉന്മേഷം പകരുന്ന ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ഹോൾഡിങ്സ് വലിയൊരു കാര്യം ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്തിരുന്നുള്ളൂ. നിങ്ങളുടെ കാര്യം കുറച്ചുകൂടി ഫണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഇപ്പം നിലവിൽ നിൽക്കുന്ന വിലയിൽ 26 രൂപയിലാണ് ഇപ്പോൾ എക്സിറ്റ് അക്കൗണ്ട് നിൽക്കുന്നത്. ആ വിലയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വാങ്ങിച്ചിട്ട് ആവറേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കഴിഞ്ഞ ഡിസംബറിൽ 266 കോടി രൂപ ഉണ്ടായിരുന്ന അവരുടെ റവന്യൂ മാർച്ച് 2021 കോടി രൂപയായിട്ട് കുറഞ്ഞു. ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ അവരുടെ Q1 റിസൾട്ട് വന്നു. റിസൾട്ട് മോശമായി. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് താഴോട്ട് വീണു എന്ന് പറയുന്നതിനേക്കാൾ അതിശക്തമായിട്ട് താഴോട്ട് വീണു. അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. അതിനെ മറികടക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനാൽ കുറച്ചും കൂടി കോൺഫിഡൻസോട് കൂടിയിട്ട് ആവറേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ പറയാൻ കാരണം അപ്പോൾ അത് കുറവാണ്. കഴിഞ്ഞ ഡിസംബറിനെ അപേക്ഷിച്ച് മാർച്ചിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കുറച്ച് കുറവുണ്ട്. ഒരു 40 കോടി രൂപയുടെ കുറവുണ്ട്. എന്നിരുന്നാലും 266 കോടി രൂപ ഉണ്ടായിരുന്നത് 221 കോടി രൂപ എന്ന് പറയുമ്പോൾ 40 കോടി രൂപ കുറവായിട്ടുണ്ട് റവന്യൂ. പക്ഷേ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നിട്ട് കഴിഞ്ഞ ഡിസംബറിൽ 4.64 കോടി രൂപയായിരുന്നു. മാർച്ചിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 7.51 കോടി രൂപയായിട്ട് ഉയർന്നുണ്ട്. അതായത് റവന്യൂ കുറഞ്ഞിട്ട് 40 കോടി രൂപ കുറഞ്ഞിട്ട് പോലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 7.51 ലക്ഷം രൂപയായിട്ട് ഉയർന്നുണ്ട്. 4.64 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 7.51 ലക്ഷം രൂപയായിട്ട് ഉയർന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെ ഡിസംബറിൽ 3.13 ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ റിസൾട്ട് വന്നപ്പോൾ 4.95 ലക്ഷം രൂപയായിട്ട് ഉയർന്നുണ്ട്. അപ്പോൾ റവന്യൂ സ്വല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നെറ്റ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും
നല്ല രീതിയിൽ ഉയർന്നതായിട്ട് കാണാവുന്നതാണ്. അത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിനാൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്, സാധാരണ സ്റ്റോക്കുകൾ വീണ്ടും വാങ്ങിച്ച ആവറേജ് ഞാൻ പറയാറില്ല. പക്ഷേ ഈ വീഡിയോയിൽ പറയാൻ കാരണം ഈ പറഞ്ഞ പാരാമീറ്റേഴ്സൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല നമ്പറേഴ്സാണ് വന്നേക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് 26-ൽ നിങ്ങൾക്ക് ബൈ എടുക്കാം. അതിൽ ഹോൾഡിങ്സ് ഉള്ള ആളുകൾ ബൈ എടുത്തുകൊണ്ട് ആവറേജ് ചെയ്യാവുന്നതാണ്. ഹോൾഡിങ്സ് ഇല്ലാത്തവർക്ക് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ROE വന്നിട്ട് 38.44%. അത് നല്ലൊരു നമ്പറാണ്. ROC വന്നിട്ട് 52.38 പിന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് എടുക്കാവുന്നതാണ്. ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയാണ്, ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറി കണ്ടതിന് ശേഷം മാത്രം തീരുമാനം എടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് എടുക്കാം. നിങ്ങളുടെ ക്യാപിറ്റൽ അത്രയാണോ അതിന് 10% മാത്രം ഈ സ്റ്റോക്കിലേക്ക് അലോക്കേഷൻ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ പേര് പറയാണ് എക്സിറ്റ കോട്ടൺ. ഈ സ്റ്റോക്കിൻ്റെ പേര് എക്സിറ്റ എന്ന് ഞാൻ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവും. 26-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 26-ൽ തന്നെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബൈ എടുക്കാം. ടാർഗറ്റ് 33.50 രൂപയ്ക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 28.85%, 28% പ്രോഫിറ്റ് കിട്ടും. സ്റ്റോപ്പ് ലോസ് 22.50 തന്നെ വെക്കേണ്ടതാണ്. അതായത് ഒരു 13% സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ്. അപ്പോൾ 13% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 28% പ്രോഫിറ്റ് കിട്ടാവുന്ന 1:2 റിസ്ക് റിവാർഡ് ഈ ട്രേഡിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പാലിക്കുക. ഈ സ്റ്റോക്ക് എടുക്കുന്നതിന് മുമ്പ് 13% സ്റ്റോപ്പ് ലോസ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ 10% മാത്രം അലോക്കേഷൻ ചെയ്യണം. ചെറിയ സ്റ്റോക്കാണല്ലോ, 26 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കയ്യിലുള്ള ഫണ്ട് മുഴുവൻ ഇതിലേക്ക് അലോക്കേഷൻ ചെയ്യരുത്. കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ 10,000 രൂപ മാത്രം ഈ സ്റ്റോക്കിലേക്ക് അലോക്കേഷൻ ചെയ്യണം. ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളൊരു 1000 കോടിക്ക് താഴെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്തത്. നമ്മുടെ ചാനൽ തന്നെ ഈ സ്റ്റോക്കിനെ വളരെ മോശമായിട്ട് തന്നെ ഭവിച്ചു. കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇത്തിരി അന്ന് അധികം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20-22% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടാർഗറ്റും 60% വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു തെറ്റ് പറ്റി. കാരണം നമുക്ക് 22% സ്റ്റോപ്പ് ലോസ് ഒരു സ്റ്റോക്കിലും വയ്ക്കാൻ പാടില്ലായിരുന്നു. അത് സംഭവിച്ചു പോയി. അത് എന്നത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിരുന്നു. പക്ഷേ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ Q1 റിസൾട്ട് വന്നു. റിസൾട്ട് വളരെ വളരെ മോശമായി. അത് കാരണം സ്റ്റോക്ക് താഴോട്ട് തന്നെ പതിച്ചു. ഇപ്പോൾ അടുത്ത റിസൾട്ട് വന്നു. സ്റ്റോക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഹോൾഡിങ്സും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2 ക്വാർട്ടറിലായിട്ട്. അപ്പം നമുക്കൊരു പ്ലസ് പോയിന്റ് ഫീൽ ചെയ്തു, ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ഫീൽ ചെയ്തു. അത് കാരണം കൊണ്ടാണ് ഈ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ പറഞ്ഞത്. ഇനി നിഫ്റ്റി അഥവാ അടുത്ത ആഴ്ച മാർക്കറ്റ് ഇത്തിരി താഴോട്ട് വീണാലും എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് ഓവർ സോൾഡ് കാറ്റഗറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഇനി സ്റ്റോക്ക് താഴോട്ട് വീഴില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സ്റ്റോക്ക് മുകളിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. ഞാൻ പറഞ്ഞ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.